ഇന്നിപ്പോൾ ഞങ്ങൾ പുളുങ്കുന്നിലുള്ള ഒരു പാടശേഖരത്തിൽ വന്ന് നിൽക്കുകയാണ്. അതായത് നമ്മുടെ സോജൻ്റെ നേതൃത്വത്തിൽ ഡ്രം സീഡർ ചെയ്തൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ ആ അച്ചായനെ നമുക്ക് പരിചയപ്പെടാം. അച്ചായൻ്റെ പേരെന്നാ? ബാബു. ഞാൻ വാച്ചാർമിലാണ്. ചമ്പക്കുളം കൃഷിഭവൻ്റെ കീഴിലുള്ള ഈഴപ്പാടി പാടശേഖരത്തിലെ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് എല്ലാ കൊല്ലവും ഇത് വീഴുന്നൊരു പ്ലോട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ആവലാതി പറഞ്ഞപ്പോഴത്തേനും എൻ്റെ മഠത്തിലെ മോൻസിയാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ മോൻസിയാണ് എന്നെ ഈ സോജനെ പരിചയപ്പെടുത്തിയത്. സോജൻ മുഖാന്തരമാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നത്. സോജൻ നിർദ്ദേശപ്രകാരം ഈ കൃഷി ചെയ്തു. ഇതുവരെ ഇത് വിജയമാണ്. കഴിഞ്ഞ കൊല്ലം ഈ ദിവസങ്ങളിൽ ഇത് വീണ നെല്ലാണ്. 86 ദിവസമായിരുന്നു. ഇപ്പോഴും നല്ല വിജയമായിട്ടിത് പോകുന്നു. നല്ലൊരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത്രയും നാളും ഈ സോജനെ പരിചയപ്പെടുന്നതിന് ഈ അച്ചായൻ പറഞ്ഞൊരു കാരണം വെച്ചാൽ ഒരു 5-8 വർഷമായിട്ട് കൃഷി ചെയ്ത് കഴിയുമ്പോൾ കൊയ്ത്താകുമ്പോൾ ഈ ഫീൽഡ് അങ്ങ് വീണ് തറ്റിപ്പോവുക. അങ്ങനെ അദ്ദേഹം ഈ കൃഷിയെ അങ്ങ് മടുത്ത് നിൽക്കുകയായിരുന്നു അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്നാണ് ഇത്തവണ ഇത് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നത്. ഇനി കൊയ്ത്താകുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങൾ വീണ്ടും അറിയിക്കാം. അച്ചായൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. പറഞ്ഞാച്ചാ. അതെ, ഇത് കൊല്ലങ്ങളും ഇപ്പം ഞാൻ പുള്ളിയുടെ അപ്പം തൊട്ടുള്ള കൃഷി മേലെ നടക്കുന്ന ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് മുഴുവൻ ഈ 2 ഏക്കർ എപ്പോഴും വീണ് നിലം പറ്റേ പോവുക. നമുക്ക് കിട്ടുന്ന ഒരു വണ്ടി 2 വണ്ടി നെല്ല് കിട്ടും ഒരു കണ്ടത്തിൽ നിന്ന്. അങ്ങനെ അറ്റം നോക്കിയാൽ ഇവിടെ എത്ര കിലോ വിത്താ ഉപയോഗിച്ച് ഇത്രയും ഈ 1.5 ഇവിടെ 12 കിലോ ഒരേക്കറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ വേറെ വിത്തൊക്കെ വളരെ കുറവാണ്. എല്ലാവരും പറയുന്നു. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ചില കമൻറ്റ് ഡ്രം സീഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കളയാണെന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല, ഇതിനകത്തൊരു കളയില്ല. നല്ല നിങ്ങൾ കണ്ടല്ലോ കളയുണ്ടോ? ഇതിനകത്ത് നോക്കിയോ, ഇതിനകത്തൊരു കളയില്ല. ഡ്രം സീഡർ ചെയ്തൊരു പാടമായത്. കഴിഞ്ഞ പോലെ 50-60 കിലോ വെച്ച് വിതച്ച കതിരാണോ അതോ ഈ ഇതാ നല്ലത്? വ്യത്യാസമുണ്ട്. ഇതിന് കതിര് നീട്ടുണ്ട്. നിറച്ച് ചെനപ്പും നല്ല ഗ്യാപ്പുമാണ് കണ്ടോ. ഇതിനു മുമ്പ് ഇവിടെ പണ്ട് മുഞ്ഞയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ മുഞ്ഞ പിടിച്ചിട്ടുണ്ട്. മുഞ്ഞയൊക്കെ പിടിക്കും. എല്ലാവിധ അസുഖങ്ങളും വരുന്ന പ്ലോട്ടാണ്. ഓലരുട്ടി പിടിക്കും. ഇപ്പൊ ഇത്തവണ അങ്ങനെ എന്തായാലും എല്ലാം ഉള്ള വള്ളി എല്ലാം വന്ന് കയറുന്ന ഒരു ഫീൽഡ് അല്ലായിരുന്നു. ഒരു പാടുണ്ടോ എന്താ എല്ലാം കണ്ടോ ഒരേ ബേസിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. നമുക്ക് തുടർ കാഴ്ചകൾ ഇതിൻ്റെ അവസാനം വിളവ് വരുന്ന എത്രയാണെന്നും അതൊക്കെ നമുക്ക് പുറകെ അറിയിക്കാം. ഓക്കെ.